ചെയ്യേണ്ടുന്ന ചില കടമകളുണ്ട്. ആ കടമകളൊക്കെ നമ്മൾ നിർവഹിച്ച് പോകണം. 18 വയസ്സ് കഴിഞ്ഞില്ലെങ്കിൽ 20 വയസ്സ് കഴിഞ്ഞു വിവാഹപ്രായമായി വിവാഹം കഴിച്ചു കൊടുക്കണം, കുഞ്ഞുങ്ങളെ ഉണ്ടാക്കണം, അവരെ പരിപാലിക്കണം. ഇതൊക്കെ നമ്മൾ നേരെ കർമ്മങ്ങളിൽ പെടും. ഇതിനൊന്നും വിമുഖത മാറ്റി ഞാൻ കൃഷ്ണഭക്തൻ അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കുന്നില്ല, ഞാൻ കല്യാണം കഴിച്ച കൃഷ്ണഭക്തിയൊന്നും ശരിയാവില്ല, അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കുന്നില്ല പറയാൻ കഴിയില്ല. കൃഷ്ണഭക്തിയിലേക്ക് വിവാഹം കഴിച്ച് നല്ല കുഞ്ഞുങ്ങളെ സന്താനങ്ങളെ കൊടുത്തുകൊണ്ട് കൃഷ്ണഭക്തിയിലേക്ക് നമുക്ക് നല്ല രീതിയിൽ പ്രകടമാകാൻ സാധിക്കും. കൃഷ്ണനെ തന്നെ ചിന്തിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി നല്ല ഒരു ഭക്തനെ അല്ലെങ്കിൽ ഒരു കൃഷ്ണന്റെ ഭക്തനെ ക്ഷണിക്കാനും അദ്ദേഹത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവരാനും ഒരു ദമ്പതികൾക്ക്, ഒരു വൈഷ്ണവരായിട്ട് ദമ്പതികൾക്ക് സാധിക്കും അല്ലേ? ആ വിധത്തിൽ കൃഷ്ണനോട് സേവ ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ദാമ്പത്യ ജീവിതത്തിൽ സേവനം ചെയ്യേണ്ടത്. ഇനി ആ മക്കളെ പരിപാലിക്കുന്ന സമയം ഇത് കൃഷ്ണന്റെ ഭക്തന്മാരാക്കണമെങ്കിൽ പ്രഭുപാദർ അങ്ങനെയാണ് അദ്ദേഹത്തിന് അച്ഛൻ വളർത്തിയത്. എന്തൊക്കെ സൗകര്യങ്ങളുണ്ടെങ്കിലും ഇതിലൊരു വൈഷ്ണവനാക്കണമെന്നൊക്കെ ആദ്യം നമ്മൾ കൊടുത്തത് രഥമാണ്, ഭഗവാന്റെ രഥം. നമുക്കൊന്നും അത് തന്നില്ല, അതുകൊണ്ട് നമ്മൾ സോ അതാണ് നിയത കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കർമ്മങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ ചെയ്തു പോകണം. അവിടെ നമ്മൾ ഒരു ഉപേക്ഷയും കാണിക്കരുത്. ഇനി രണ്ടാമത്തെ കാര്യം അസൂയ. ഇവിടെ ഭഗവാനോട് അസൂയയാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും നമ്മുടെ നിത്യവൃത്തിയിൽ ഈ കർമ്മങ്ങൾ ചെയ്യുന്ന അതിനിടയിൽ നമുക്ക് ഈ അസൂയ എന്ന് പറയുന്ന മനോഭാവം നമ്മളെ ഒരിക്കലും ഏത് ഭാഗത്തും നല്ല ഒരു ചിന്താഗതിയോട് മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിക്കില്ല. ഒരാളോട് അസൂയ ഉണ്ടെങ്കിൽ, ഒരു വിഷയത്തിനോട് നമുക്ക് അസൂയ ഉണ്ടെങ്കിൽ ആ വിഷയം നമ്മളെ പിന്നോട്ട് തന്നെ വലിച്ചുകൊണ്ടിരിക്കും. എന്താണ് പിന്നോട്ട് വലിക്കുക? എന്തെന്നാണ് ഈ അസൂയ എന്ന് പറയുന്നത്? ഗുണമല്ല ഞാൻ ചോദിച്ചത്. അസൂയ എന്ന് പറയുന്ന പ്രവൃത്തി ഒരാളിൽ എപ്പോഴാണ് ഉണ്ടാവുക? ജലസ് ഇംഗ്ലീഷ് പറഞ്ഞു ഇത് എപ്പോഴാണ് എനിക്ക് മനസ്സിൽ വരിക? എനിക്ക് പ്രഭുവിനോടൊരു അസൂയ തോന്നുക. ആ അസൂയ തോന്നുന്നത് എനിക്ക് എപ്പോഴാണ് അത് ഉണ്ടാവുന്നത് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളുടെക്കാൾ വലിപ്പമായിരുന്നാലോ ഞങ്ങളുടെ കൂടുതൽ സൗകര്യങ്ങളുണ്ടെങ്കിൽ അസൂയ തോന്നും. നമുക്ക് അങ്ങനെ തോന്നാറുണ്ടോ? നമ്മളെക്കാൾ കൂടുതൽ സൗകര്യമുള്ളവരോട് നമുക്ക് അസൂയ തോന്നാറുണ്ടോ? ഇല്ല, അങ്ങനെയില്ല പ്രഭു, അങ്ങനെയൊന്നും തോന്നാറുണ്ടോ? തോന്നാറില്ല. പക്ഷെ തോന്നാറുണ്ട്. എങ്ങനെയുള്ളവരോട് ഞാൻ പറഞ്ഞുതരാം. എന്നാലും നിങ്ങളെ ഭാഗത്ത് വരട്ടെ എന്ന് വെച്ചിട്ടാ പറയാം. കഴിവുള്ളവരോട് നമുക്ക് അങ്ങനെ മോഹൻലാലിനോട് നമുക്ക് അസൂയ തോന്നാം ഉണ്ടോ? പ്രഭുവിന് നമ്മളെക്കാളും ഒരുപടി മുകളിലുള്ളവരോട് നമുക്ക് ഒരിക്കലും അസൂയ തോന്നില്ല. കാരണം തന്റെ മുകളിലാണെന്ന് നമുക്കറിയാം. എങ്ങനെയുള്ളവരോട് നമുക്ക് അസൂയ തോന്നുക? ഈക്വലായിട്ട് നിൽക്കുന്ന ആൾക്ക്, നമുക്ക് ഈക്വലായിട്ട് നിൽക്കുന്ന ആള്. ഞാനും നിങ്ങൾ ഒന്നുപോലെയാണ്, പക്ഷേ ഞാൻ കീർത്തനം ചെയ്യും, നിങ്ങൾക്ക് കീർത്തനം ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ പൊള്ളും. ഇയാൾ കീർത്തനം പാടുമ്പോൾ ആൾക്കാരൊക്കെ കൈ തട്ടുന്നു. ഇല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും ഒരേ നിലവാരത്തിലുള്ള ആൾക്കാർ. എനിക്ക് നിറയെ പൈസ ഉണ്ട്, നിങ്ങളുടെ പൈസ ഇല്ല. ഓക്കെ, ഈ പൈസയുടെ നിലവാരം വെച്ചുള്ള ഉയർന്ന താഴ്ന്ന കണക്കാക്കുക. നമ്മൾ രണ്ടും ഒരേ ക്ലാസ്സിൽ പഠിച്ച ആൾക്കാരെന്ന് കരുതാം. ഒരുവൻ പണക്കാരൻ്റെ മോനാണ്. ഓക്കെ, ഇവര് കർമ്മപഥത്തിലേക്ക് ഇറങ്ങുന്ന സമയം അവൻ നന്നായിട്ട് ശോഭിച്ച് വരും. എന്താ കാരണം? അവൻ അവിടെ ഇൻപുട്ട് കൊടുക്കാൻ ആൾക്കാരുണ്ട്, നമുക്കതില്ല. അപ്പം നമുക്ക് അവനോട് എന്ത് തോന്നും? എനിക്കൊരു കഴിവുണ്ട്, അവനൊരു കഴിവുണ്ട്, എൻ്റെ കഴിവിനേക്കാളും കൂടുതൽ കഴിവ് അപ്പുറത്തെന്തെന്ന് വെച്ചോ അതിനാണ് എന്തുണ്ടാവുക? അസൂയ ഉണ്ടാവുക. അപ്പൊ ഇവിടെ നമ്മൾക്ക് തോന്നുന്ന ഈ അസൂയ എന്ന് പറയുന്ന മനോഭാവം നമ്മൾ ഭഗവാനെ എപ്പോഴും ഭഗവാനെ പോലെ തന്നെ നിന്നുകൊണ്ട് സേവിക്കുന്ന ആൾക്കാരാണ്. നമുക്ക് ഭഗവാനും ഭഗവാന്റെ ലോകത്തിൽ കളറിലോ നിറത്തിലോ രൂപത്തിലോ വ്യത്യാസമില്ല. ഞാനും കൃഷ്ണനും ഒരുപോലെയാണ്. അപ്പോ ഞാൻ കൃഷ്ണനോട് ആസ്വദിക്കുന്നു, ഞാനും കൃഷ്ണനെ പോലെ തന്നെയല്ലേ, എനിക്ക് എന്തുകൊണ്ട് അതായിക്കൂടാ എന്ന് ചിന്തിച്ചാൽ അതാണ് അസൂയ. മനസ്സിലായോ? അങ്ങനെ ചിന്തിച്ച അസൂയയുടെ കാരണമാണ് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ ഭൂമിയിൽ വരാനുണ്ടായ കാരണം അതാണ്. എപ്പോഴാണോ നമ്മൾ ഭഗവാനോട് വിമുഖത കാണിച്ചത്, ഭഗവാൻ ആസ്വദിക്കണം, ഇത് ആസ്വദിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു കൊടുക്കാമെന്ന് ചിന്തിക്കുന്നതിന് പകരം ഭഗവാൻ മാത്രം ആസ്വദിക്കണോ, എനിക്ക് കുറച്ചതുപോലെ ആസ്വദിച്ചാൽ എന്താ വരില്ലേ? നമ്മൾ ചിന്തിക്കാറുണ്ട്. നമ്മളെ ഗുരുക്കന്മാർക്ക് വിളമ്പുന്ന സമയം ഗുരുക്കന്മാർക്ക് ചപ്പൻ പോകുമ്പോൾ കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സാധാരണ ആൾക്കാർ എന്താ പറയുക, പള്ളിയിലിരുന്ന് കഴിക്കും. ഗുരുക്കന്മാരെ വിളിച്ചുകൊണ്ട് എവിടെ കൊണ്ടിരുത്തും? ഉള്ളിൽ കൊണ്ടിരുത്തും അല്ലേ? എന്നിട്ട് വിധമായിട്ട് സാധനം ഉള്ളിലേക്ക് പോകും. പള്ളിയിൽ നിന്ന് കഴിക്കണമെന്ന് നോക്കിയിട്ട് അവർക്ക് മാത്രമേ കിട്ടുന്നത്, അതാണ് അസൂയ. അങ്ങനെ ചിന്തിക്കുന്നതാണ് അസൂയ.
മനസ്സിലായില്ലേ? ആ മനോഭാവം. കാരണം അവിടെ ഇരിക്കുന്നത് ആരാണ്? നമുക്ക് അതിന്റെ വാല്യൂ മനസ്സിലാവാത്തതുകൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് ആണ്. ആ വാല്യൂ മനസ്സിലാവുമ്പോൾ നമുക്കത് വേണ്ടയാവും. സോ ആ അസൂയ നമുക്ക് വരാൻ പാടില്ല. അത്തരം അസൂയകൾ നമ്മൾ എന്ത് ചെയ്യണം? പിന്നോട്ട് വലിക്കും. ഇനി വിശ്വാസം വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഭഗവാൻ പറയുന്ന കാര്യത്തിന് ഭഗവാൻ പറയണു, നിങ്ങൾ വിശ്വാസപൂർവ്വം ഈ കർമ്മങ്ങൾ ഞാൻ പറയുന്നത് എൻ്റെ ഈ ഉപദേശങ്ങൾ അനുസരിച്ച് കുറെ ഉപദേശം പറഞ്ഞു മുന്നേ അല്ലേ? എൻ്റെ ഉപദേശങ്ങൾ കുറെ കാര്യങ്ങൾ ഭഗവാൻ മുന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഈ ഉപദേശം ഞാനിപ്പോൾ പറഞ്ഞ ഉപദേശങ്ങളൊക്കെ ഒരിക്കലും എന്നോട് അസൂയയില്ലാതെ നീ കേൾക്ക്, നീ മനസ്സിലാക്കാർജുന. എങ്കിൽ നിനക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ ഒരു കർമ്മത്തിന്റെ ഫലത്തിൽ നീ കുടുങ്ങൂല. എന്താ കാരണം? നിന്റെ വിശ്വാസം ആരിനടുത്താണ്? ഭഗവാനോടാണ്. ഈ ഭഗവാന് വേണ്ടിയാണ് ഞാൻ ഈ കർമ്മം ചെയ്യുന്നത് എന്ന മനോഭാവം എൻ്റെ ഉള്ളില് പ്രബലമാകുമ്പോൾ എനിക്കതിന് ഓണർഷിപ്പ് ഇല്ല അല്ലേ? ഓണർഷിപ്പ് എടുക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഓണർഷിപ്പ് പറഞ്ഞാൽ ഈ കർമ്മം ഞാൻ ചെയ്തു, ഇതിന്റെ ഫലം എനിക്ക് തന്നെ കിട്ടണം, ഇത് ഞാൻ ആസ്വദിക്കണം. ഇതാണ് ഓണർഷിപ്പ്. ആസ്വദിക്കണമെന്നുള്ള ആ താല്പര്യമാണ് ഓണർഷിപ്പ്. ഉടമസ്ഥാവകാശബോധം അത് നമുക്ക് ഉണ്ടായാൽ എന്ത് സംഭവിക്കും? അത് കിട്ടും, കിട്ടാതിരിക്കില്ല, നമുക്ക് കിട്ടും. പക്ഷെ അതിന്റെ പിന്നാലെ ആര് വരും? എല്ലാ സുഖങ്ങളും എന്തിനെ ഗർഭം ധരിക്കും? ഒരു സുഖം വരുമ്പോൾ ആ സുഖം ഗർഭം ധരിച്ചാൽ വരുന്ന ആരിനെ? ഒരു ദുഃഖത്തിനെ. അപ്പൊ അത് നമുക്ക് എന്ത് കാരണമായിട്ട് ഭവിക്കും? ആ ദുഃഖത്തിന് കാരണമായി ഭവിക്കും. അപ്പൊ ഇവിടെ പ്രഭുപാദൻ വളരെ വ്യക്തമായിട്ട് അത് തന്നെയാണ് പറയുന്നത്. കൃഷ്ണാവബോധം എന്ന സത്യവും ശാശ്വതവുമായ കാര്യത്തെ നമ്മൾ വേദങ്ങളിലൂടെ മനസ്സിലാക്കണം. ആചാര്യന്മാരുടെ വിഷനിലൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇത് ശാശ്വതമാണ്, ഇത് സത്യമായതാണ്, ഇതെന്നും എനിക്ക് ഓരോ ജീവന്റെയും സ്വരൂപം എന്നത് ഭഗവാനെ ആശ്രയിക്കുക, ഭഗവാന്റെ ദാസനാണ് എന്നുള്ളതാണ് ശാസ്ത്രങ്ങൾ മുന്നോട്ട് പറയുന്നത്. ഭഗവാൻ തന്നെ ഇവിടെ വന്ന് കാണിച്ചു തന്നാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു. അദ്ദേഹം സ്വയം ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ്. അപ്പൊ അദ്ദേഹം രാധാഭാവത്തിന്, രാധ എന്ന് വെച്ചാൽ ശ്രീമതി രാധാറാണ, ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ്. കൃഷ്ണന്റെ സേവനത്തിന്റെ രൂപമാണ് ആര്? ശ്രീമതി രാധാറാണി. എങ്ങനെ സേവനം ചെയ്യണം? ആ സേവനത്തിലൂടെ ഭഗവാനെ എപ്പോഴും രാധാറാണി ജനിച്ച ഉടനെ എന്താ ചെയ്യുന്നത്? ആവിർഭവിച്ച ഉടനെ താമരപ്പൂ കൊടുത്തിട്ട് നേരെ പോണത് എവിടേക്കെന്നറിയോ? ഭഗവാനെ സമർപ്പിക്കാൻ. മനസ്സിലായി? അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ള ചിന്തകൾ അവർക്കില്ല. അവിടെ ഇരിക്കുന്ന ആ വ്യക്തി സ്വരൂപത്തിന് എന്നാൽ എന്ത് ചെയ്യാൻ കഴിയും? നമ്മളെപ്പോഴും എങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ ഈ ഭഗവാൻ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ചിന്തിച്ചില്ലേ? ഞാൻ എന്തെങ്കിലും ചെയ്യാം, അത് വെച്ച് എനിക്ക് എന്തെങ്കിലും കിട്ടണം അല്ലേ? മനോഭാവം അതല്ലേ നമ്മുടെയൊക്കെ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. എനിക്കൊരു ബെനിഫിറ്റ് ഇല്ലാത്തൊരു കാര്യത്തിന് ഞാൻ എൻ്റെ ഒരു പൈസ ഞാൻ ആണ് കൊടുക്കും അല്ലേ? അത് സാധ്യമാകുന്ന ഒരു സ്ഥലം ഏതാണ്? സത്സംഗം മാത്രമാണ് അല്ലേ? ഇവിടെ നമ്മൾ എന്തിനു വേണ്ടിയിട്ട് അവർ പിരിവ് പറയണം? അതിന് കാര്യമുണ്ട്, കുറച്ച് പൈസ അത് കൊടുത്തിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും ബെനിഫിറ്റിന് ആരെങ്കിലും പ്രതീക്ഷിക്കും ഇതിനകത്ത്? അപ്പോ അതല്ലാതെ നമ്മൾ ഒരാൾക്ക് ദാനം കൊടുക്കാമെന്ന് കരുതുക അല്ലേ? നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഡേ ദാനം കൊടുക്കുക പറഞ്ഞത് ദാനം കൊടുക്കുമോ? കൊടുക്കും. കൊടുത്ത തന്നെ കുറഞ്ഞാ പോവും, കൊട്ട വെച്ചിരിക്കില്ല എന്ന് ചോദിച്ചാൽ നമ്മൾ ദാനം കൊടുക്കും. അമ്മ അപ്പ കച്ചപ്പോട് പ്ലീസിങ് മനോഭാവം നമ്മൾ കൊടുക്കും അല്ലേ? അപ്പൊ അഹങ്കാരം പുറത്തേക്ക് വരുന്ന സമയം നമ്മൾക്ക് നല്ലത് ചെയ്യാനുള്ള മനോഭാവം ഉണ്ടെങ്കിൽ പോലും എന്തായിട്ട് ഭവിക്കും? അത് തടസ്സമായിട്ട് ഭവിക്കണം. ഒരു അമ്പലത്തിന് പിരിവിന് വരികയാണ് വീട്ടിലെ ആൾക്കാർ. അതെ, ഇവിടെ അമ്പലം വരികയാണ്, അമ്പലമൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അതൊക്കെ 10-50 കൊടുക്കുകയും കേട്ടാ നിങ്ങൾ എന്ത് പറയും? ആലോചിക്കട്ടെ, ആട്ടം വരട്ടെ പറയില്ലേ? ഇല്ല, ഞാൻ ആലോചിക്കണം, ഈ പൈസ ആലോചിക്കണം പറയും. അതിൽ തന്നെ അവർ വന്നിട്ട് പറയാണ്, അമ്പലം വരുന്നെങ്കിൽ ഈ അമ്പലം നാട്ടിന് ഗുണകരമാണ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങളുണ്ടാവും, ഒരുപാട് ആളുകൾക്ക് ആധ്യാത്മികമായിട്ട് പുരോഗതി ഉണ്ടാവും, നിങ്ങളെപ്പോലുള്ളവരൊക്കെ സഹായിച്ചാലേ ഇത് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങൾ ഈ അമ്പലത്തിന് ആവശ്യമാണ്. അതിന് ഒന്നൊരു അപേക്ഷയായിട്ട് വരുന്ന ആൾക്ക് എനിക്ക് ഒട്ടും കഴിവില്ല എന്ന് കരുതുക. ഞാൻ നാളത്തെ അരി വാങ്ങിക്കാൻ ഒരു 10 രൂപ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് കരുതുക. ഈ വന്നിരിക്കുന്ന അപേക്ഷയ്ക്ക് നമ്മൾ ആ 10 രൂപ പരിഗണിക്കുകയില്ലേ? അസൂയില്ലാത്ത മനോഭാവം, നമ്മൾ പ്ലീസ് ചെയ്തിട്ടുള്ള മനോഭാവം അതുണ്ടെങ്കിൽ ഭഗവാൻ നമ്മളോട് കഴിയും എന്നാണ് ഇവിടെ പറയുന്നത്. കൃഷ്ണനിൽ വിശ്വാസമില്ലാതെ ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യം എഴുതുന്ന ഭഗവത്ഗീതകൾ ദയവ് ഇത് എന്ത് ചെയ്യരുത്? വായിക്കരുത്. എല്ലാവരും വ്യാഖ്യാനം എഴുതുന്നുണ്ട്. ഈ വ്യാഖ്യാനത്തിനൊന്നും പിന്നിൽ നമ്മൾ പോകരുത്.
അതിന് ഭഗവാനെ മനസ്സിലാക്കി തരാൻ കഴിവുള്ളതായിട്ടുള്ള